അതിർത്തി പ്രദേശങ്ങളിൽ വൻതോതിൽ ജനസംഖ്യാപരമായ മാറ്റങ്ങൾ വരുത്താൻ ബംഗാളിൽ തൃണമൂൽ സർക്കാർ ആകട്ടെ വലിയ രീതിയിൽ ക്രമക്കേടുകൾ നടത്തിയതായി കണ്ടെത്തിയിരിക്കുകയാണ്. ജനന സർട്ടിഫിക്കറ്റുകൾ പോലും വ്യാജമായി അവിടെ നിർമ്മിച്ചുകൊണ്ട് ജനസംഖ്യയിൽ വലിയ മാറ്റങ്ങളാണ് നടത്തിയിരിക്കുന്നത്. ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാരെ വോട്ടർ പട്ടികയിൽ തിരികെ കയറ്റാൻ വേണ്ടി ആസൂത്രിതമായ നീക്കമാണ് നടത്തിയിരിക്കുന്നത്. വർഷങ്ങളായി തന്നെ ഈ പ്രക്രിയ തുടരുകയാണ്. ഒടുവിൽ മമതയ്ക്ക് ഭരണം നഷ്ടമായതോടുകൂടി തന്നെ സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിലുള്ള BJP സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട അഴിമതി ഇപ്പോൾ കണ്ടെത്തിക്കൊണ്ട് ഇവിടെ പുറത്തു കൊണ്ടുവന്നിരിക്കുകയാണ്. പശ്ചിമ ബംഗാളിൽ വ്യാപകമായി തന്നെ വ്യാജ ജനന സർട്ടിഫിക്കറ്റുകൾ നിർമ്മിച്ചു നൽകുന്ന വൻ റാക്കറ്റിന്റെ വിവരങ്ങളാണ് ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. സംസ്ഥാനത്ത് നടന്ന വിപുലമായ പരിശോധനയിലാണ് 1.5 ലക്ഷത്തിലധികം ജനന സർട്ടിഫിക്കറ്റുകൾ വ്യാജമാണ് എന്ന് കണ്ടെത്തിയിരിക്കുന്നത്. വർഷങ്ങളായി തന്നെ സംസ്ഥാനത്ത് രാഷ്ട്രീയവും ഭരണപരവുമായ വലിയ തർക്കങ്ങൾക്ക് കാരണമായ ഈ വിഷയം പുതിയ റിപ്പോർട്ട് പുറത്തു വന്നതോടുകൂടി തന്നെ വീണ്ടും സജീവമാവുകയാണ്. പശ്ചിമ ബംഗാളിൽ വ്യാജ ജനന സർട്ടിഫിക്കറ്റുകൾ നിർമ്മിച്ചെന്ന ആരോപണം വീണ്ടും ദേശീയ രാഷ്ട്രീയത്തിലാണ് ചർച്ചയാവുന്നത്. സംസ്ഥാനത്ത് നടത്തിയ വ്യാപക പരിശോധനയിൽ 1.5 ലക്ഷത്തിലധികം ജനന സർട്ടിഫിക്കറ്റുകളിൽ ക്രമക്കേട് കണ്ടെത്തിയതായി തന്നെ ഇവിടെ റിപ്പോർട്ടുകളാണ് വ്യക്തമാക്കുന്നത്. വിഷയം കൂടുതൽ ഗൗരവമായി തന്നെ മാറുകയുമാണ്. ലഭ്യമായ ഔദ്യോഗിക വിവരങ്ങൾ പ്രകാരം പഴയ ഭൗതിക സർട്ടിഫിക്കറ്റുകളും ഡിജിറ്റൽ രേഖകളും ഉൾപ്പെടെയുള്ളവയാണ് അധികൃതർ കർശന പരിശോധനയ്ക്ക് വിധേയമാക്കിയിരിക്കുന്നത്. ഒരു വർഷത്തിന് മുൻപ് നൽകിയ 46,995 ജനന സർട്ടിഫിക്കറ്റുകൾ പരിശോധിച്ചതിൽ 44,520 എണ്ണത്തിന്റെ പരിശോധന പൂർത്തിയായി. ഇതിൽ 10,972 എണ്ണം വ്യാജമാണ് എന്ന് കണ്ടെത്തുകയും അതായത് പരിശോധിച്ച പഴയ സർട്ടിഫിക്കറ്റുകളിൽ 24.6% വ്യാജമാണ് എന്നതാണ് ചുരുക്കം. കൂടാതെ തന്നെ ഡിജിറ്റലൈസ്ഡ് ചെയ്ത ജനന സർട്ടിഫിക്കറ്റുകളും വലിയ തോതിലുള്ള ക്രമക്കേടുകളാണ് കണ്ടെത്തിയിരിക്കുന്നത്. പരിശോധിച്ച 10,15,880 ഡിജിറ്റൽ സർട്ടിഫിക്കറ്റുകളിൽ 1,50,174 എണ്ണം വ്യാജമാണെന്നും കണ്ടെത്തി. രണ്ട് വിഭാഗങ്ങളിലുമായി തന്നെ ആകെ 1.61 ലക്ഷത്തിലധികം വ്യാജ സർട്ടിഫിക്കറ്റുകളാണ് ബംഗാളിൽ ഇതുവരെ പിടികൂടിയിട്ടുള്ളത്. സംഭവം പുറത്തു വന്നതോടുകൂടി തന്നെ തൃണമൂൽ കോൺഗ്രസ് സർക്കാരിനെതിരെ രൂക്ഷ വിമർശനമാണ് BJP അഴിച്ചുവിടുന്നത്. അതിർത്തി പ്രദേശങ്ങളിൽ വൻതോതിൽ ജനസംഖ്യാപരമായ മാറ്റങ്ങൾ വരുത്താൻ ആസൂത്രിത ശ്രമം നടത്തിയെന്നതും BJP നേതാവായ ഷാമിക് ഭട്ടാചാര്യ ആരോപിച്ചു. തുടർന്ന് തിരഞ്ഞെടുപ്പിന് മുൻപേ തന്നെ തങ്ങൾ ഈ വിഷയം ഉന്നയിച്ചിരുന്നു എന്നതാണ് എന്നും അതുപോലെ ബംഗാളിലെ ഭരണപക്ഷി ആളുകൾക്ക് ആധാർ കാർഡുകളും വ്യാജ ജനന സർട്ടിഫിക്കറ്റും വളരെ എളുപ്പത്തിൽ തന്നെ നിർമ്മിച്ച് നൽകിയതായും അദ്ദേഹം കുറ്റപ്പെടുത്തുകയും ചെയ്തു. മാത്രമല്ല വരും ദിവസങ്ങളിൽ ഈ വിഷയത്തിൽ ബംഗാൾ രാഷ്ട്രീയത്തിൽ കൂടുതൽ നിർണായകമായി തന്നെ ഇതൊരു പുകച്ചിലായി തന്നെ മാറാനും സാധ്യതയുണ്ട്. അതായത് ഇത്രയധികം ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാരെ ഈ വ്യാജ ജനന സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ ഉണ്ടാക്കി ക്രമക്കേടുകൾ ഇവിടെ വരുത്തിയതിനു ശേഷമാണ് മമതയാകട്ടെ അധികാരം പിടിച്ചെടുത്തതെന്ന ശക്തമായ അല്ലെങ്കിൽ വളരെയധികം ഞെട്ടിപ്പിക്കുന്ന ഒരു വെളിപ്പെടുത്തൽ കൂടിയാണ് ഇതിലൂടെ തന്നെ പുറത്തു വന്നിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.